ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ചിങ്ങം ഒന്നല്ലയോ, അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകണം. ഈ വീഡിയോ നാളെ ആയിരിക്കും കേട്ടോ വരുന്നത്. ഇന്നിനി പോയിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന സമയമില്ല, വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, നോക്കട്ടെ അമ്പലത്തിന് നോക്കട്ടെ. സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. രാത്രി സമയത്ത് ഇതിലേക്കൂടെ പോകുമ്പോൾ പലപ്പോഴും ഞാനിത് കാണിച്ചിട്ടുള്ളതാണ്. ഇത് പകലത്തെ ദൃശ്യവും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകളെല്ലാം പലപ്പോഴായിട്ട് തോന്നി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കാത്തത്. പൂ കച്ചവടം ചെയ്യുന്നല്ലേ? പൂവാ നടക്കടാ. അമ്പലത്തിൽ വന്നിട്ട് തോളത്തേറി ഇരിക്കുക. കടലാസ് ഇതെന്തുവാ? മുരിങ്ങയില ഉണ്ടടി, മേടിച്ചാലോ? തുളസിയില വാ. കുറേ സാധനങ്ങൾ പൂക്കള് ഇതൊക്കെ കച്ചവടം ചെയ്യാൻ വെച്ചേക്കുന്നു. ബാ ബാ ബാ. ചെമ്പകപ്പൂ, ചെമ്പകം. നമുക്ക് അപ്പുറത്തൂടെ കയറാല്ലേ? അച്ഛൻ്റെ ഫോണില്ല. അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. മെയിൻ എൻട്രൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് മതി. അമ്പഴത്തിന് ഇഷ്ടപ്പെടുന്നില്ലടി. ഇവിടെ ഒരാളാണെങ്കിൽ കൊല്ലാൻ നിൽക്കുക ഇവിടെ. സോറി സോറി. ലെമൺ റൈസ് വേറെ സാധനം എടുത്തോടി. ഞാൻ ഈ തൊടത്തില്ല, പോരാ. ഇവിടെ പാടില്ലല്ലേ ഇതിട്ടേ. അപ്പോൾ ഗൈസ്, നമുക്കൊരു ബുദ്ധനെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ 7:15 6:30ക്കുള്ള ദീപാരാധനയ്ക്കാണ് നമ്മൾ വന്നത്. ഇനി ഒരു 7:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് 7:30ക്കാണ് നമ്മളെപ്പോഴല്ല വരുന്നത്. അപ്പോൾ 7:30 ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ദീപാരാധന. ഇപ്പൊ 7:15. അമ്പാടി കുഞ്ഞാണെങ്കിൽ ഞാൻ ഏതെങ്കിലും കൊച്ചിനെ തൊടുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നത്. കഷ്ടകാലത്തിനൊരു കൊച്ചിനെ അവിടെ വെച്ച് തൊട്ടു. എന്റെ പേര് പുറത്ത് നടക്കുകയാണ്. വണ്ടി കയറിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് ഇവർക്ക് ഗുജറാത്തികളുടെ രീതിയിൽ കുറെ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്സും വാൾനട്ടും കാഷ്യൂനട്ട്സ് ഒക്കെ വെച്ചിട്ട് കുറെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചില്ല.
1-ാം തീയതി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര തിരക്ക്. പ്രത്യേകിച്ച് പിന്നെ അവധി ദിവസവും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ആൾ വരും. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അവധി ദിവസം ആവുകയാണെങ്കിൽ എല്ലാവർക്കും അമ്പലത്തിൽ പോകാനൊക്കെ പറ്റും. അങ്ങനെയാണ് നമ്മളും എത്തിയത്. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിൽ പോകുന്ന കണക്കുള്ള ഒരു അനുഭവമാണ് കേട്ടോ നമുക്കിവിടെ വരുമ്പോഴും കിട്ടുന്നത്. അത് ഒരു എന്താ പറയുക, നമുക്കൊരു മനസ്സിനൊരു സമാധാനവും ഒക്കെ കിട്ടുന്നൊരു പ്രതീതിയാണ് അമ്പലത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷേ നല്ല ചൂടായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഇരിക്കാനായിട്ട്. അകത്ത് പിന്നെ AC ഒക്കെ ഇട്ടിട്ടാണ്. അകത്തെ കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അകത്തൊക്കെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മനഃപൂർവ്വം അകത്തെ കാര്യങ്ങളൊന്നും പകർത്തുന്നില്ല. പിന്നെ പുറത്തൊക്കെ ഉള്ളത് മാത്രമാണ് കേട്ടോ എടുത്തത്. പക്ഷേ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ദീപാരാധന കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തി. അതെന്തായാലും ഒരു ഭാഗ്യം. അമ്പലത്തിലെ വിശേഷ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസാദമായിട്ട് കിട്ടിയതൊക്കെ ഞാൻ കാണിച്ചില്ലേ കഴിക്കുന്നതായിട്ട്, റവ കൊണ്ടുള്ള കുറേ ഐറ്റങ്ങൾ. പിന്നെ ഓരോരുത്തർ നേർച്ചയായിട്ട് കൊണ്ടുവച്ചതൊക്കെ ക്യൂവിലൊക്കെ നിന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.